വയനാട് മാനന്തവാടിയിൽ മഴ പെയ്യുമ്പോൾ ഭയന്ന് ലോഡ്ജിലേക്ക് താമസം മാറി വയോധിക ദമ്പതികൾ. സ്വകാര്യ വ്യക്തി മണ്ണെടുത്തതിനെ തുടർന്നാണ് ഇവരുടെ വീട് അപകടത്തിലായത്. ഉന്നത ഉദ്യോഗസ്ഥർക്കും നഗരസഭയ്ക്കും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയും. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള നളിനം എന്ന വീട്ടിലെ താമസക്കാരാണ് അംബിക വർമ്മയും ഭർത്താവ് രവികുമാറും. 28 വർഷമായി ഇവർ ഇവിടെ താമസിക്കുന്നു. വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തി ആഴത്തിൽ മണ്ണെടുത്തതോടെ ഇവരുടെ വീട് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു മണ്ണെടുപ്പ്. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിട്ടും സ്ഥലമുടമ അവഗണിച്ചു. സബ് കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും പോലീസിനും പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല. മഴ പെയ്യുമ്പോൾ വീട്ടിൽ നിൽക്കാൻ ഭയമായതിനാൽ ടൗണിലെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയാണ് രവികുമാറും അംബികയും. പോലീസ് അവിടെ വെരിഫിക്കേഷനിൽ വന്നു, പക്ഷെ മേലിൽ നിന്ന് നോക്കിയതുകൊണ്ടാവാം ഇപ്പൊ അവിടെ ഒരു പായൊക്കെ ഇട്ട് മൂടിയതുകൊണ്ട് കണ്ട ഭയാനത് തോന്നില്ല. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു മേലിൽ നിന്ന് നോക്കുമ്പോൾ അത്ര തോന്നില്ല, താഴെ നിന്ന് നോക്കുമ്പോഴാണ് അറിയാന്നുള്ളത്. മഴ ശക്തമാകുമ്പോൾ മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് മണ്ണും ചെളിയും റോഡിലൂടെ ഒഴുകുന്നത് കാൽനടയാത്ര പോലും അസാധ്യമാക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.